ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ സ്റ്റോറി ഒരാൾ മാതൃകയാക്കേണ്ടതായിട്ടുള്ള സ്റ്റോറിയേ അല്ല, അത് സമൂഹത്തിൽ പല രീതിയിൽ നടന്നിട്ടുള്ളതായിട്ടുള്ള കഥയായിട്ട് എടുക്കണമെന്നും ജിത്തു ജോസഫ് പറഞ്ഞായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സ്റ്റോറിയുടെ പ്രത്യേകത കൊണ്ട് തന്നെ എല്ലാ ഭാഷയിലേക്കും അതിൻ്റെ റീമേക്കുകൾ പോവുകയും വളരെയധികം പേർ കാണുകയും ചെയ്തതോടുകൂടി ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമ വരികയും അത് കോവിഡിൻ്റെ സമയത്ത് എല്ലാ മലയാള സിനിമകളുടെയും ഷൂട്ടിംഗ് നിന്ന സമയത്ത് വളരെയധികം ഒരു OTT വിപ്ലവത്തിന് കാരണമാവുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുവാനായിട്ട് കഴിഞ്ഞു. മലയാള സിനിമയ്ക്ക് OTTയിലൂടെ ഒരു പുതിയ ഒരു നവയുഗം തന്നെ വഴിവെട്ടി എന്ന് നമുക്ക് പറയാനായിട്ട് കാരണം തന്നെ ഇത് ദൃശ്യം എന്ന സിനിമ എല്ലാ ഭാഷയിലുമായിട്ട് ആൾക്കാർ കണ്ടതുകൊണ്ട് തന്നെ ദൃശ്യം 2 ഇറങ്ങുന്നു എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ റീമേക്ക് കാണുവാനായിട്ട് തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇത് OTTയിലൂടെ കാണുവാനായിട്ടുള്ള അവസരം അവർക്ക് കിട്ടാൻ വേണ്ടി അവർ എല്ലാ ഭാഷയിലേക്കും ഈ സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ ഈ സിനിമ ഡബ്ബ് ചെയ്ത് തന്നെ ഈ മലയാളം വേർഷൻ തന്നെ അങ്ങ് ഇറക്കുകയുണ്ടായി. അതുവഴി എല്ലാ ഭാഷയിലുള്ള ആൾക്കാരും കൂടി ഇത് കണ്ടപ്പോൾ തന്നെ വലിയൊരു വിഭാഗം തന്നെ ഈ സിനിമ കാണുവാനായിട്ട് ഇടയായി. അങ്ങനെ വലിയൊരു നല്ല കണ്ടൻറ്റ് മലയാള സിനിമയിലുണ്ട് എന്ന് മനസ്സിലാക്കിയ മറ്റു പല ഭാഷയിലുള്ളവർ, ഇന്ത്യക്ക് പുറത്തുമായിട്ടുള്ളവർ മലയാള സിനിമയിലേക്ക് അല്ലെങ്കിൽ മലയാള സിനിമ കാണുവാനായിട്ടുള്ള ഒരു പുതിയൊരു യുഗം വെട്ടിവെളിച്ചായിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ദൃശ്യം 2. അങ്ങനെ ഒരു ദൃശ്യം 3യിലേക്ക് പോകാനുള്ള കാരണം ഇത് തന്നെ. ദൃശ്യം 3യിലേക്ക് പോയ സമയത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം അവിടെ ഉണ്ടായി. അതിൻ്റെ ഒരു വിൽപ്പന ഈ സിനിമ ഷൂട്ടിംഗ് തീരുന്നതിന് മുമ്പ് തന്നെ, അതായത് ഒരു സിനിമ ഷൂട്ടിംഗ് തീർന്നതിന് ശേഷം ആ സിനിമ കണ്ടതിന് ശേഷമാണ് OTTക്കാരായാലും ചാനലുകാരായാലും മറ്റ് നിർമ്മാതാക്കളായാലും മറ്റ് ഭാഷയിലെ റീമേക്കിലേക്കുള്ള ആൾക്കാർ റീമേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടതിന് ശേഷം അവിടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നിയാൽ മാത്രമേ വിലയ്ക്ക് എടുക്കുകയുള്ളൂ എന്നുള്ള സാഹചര്യത്തിൽ അതൊന്നും നോക്കി നിൽക്കാതെ അതിൻ്റെ ഷൂട്ടിംഗ് തീരുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമയ്ക്കുള്ള ക്വാളിറ്റി അതിനുണ്ടാകുമെന്ന് അവർ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് വലിയൊരു വിലയിടുകയാണ്. 160 കോടിയോളം അതിൻ്റെ മുമ്പ് തന്നെ ബിസിനസ് നടത്തി ഷൂട്ടിംഗ് മുമ്പേ നടന്നിയെന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു റെക്കോർഡിൻ്റെ കാര്യം തന്നെയാണ്. ഇനി അത് തിയേറ്ററിലേക്ക് എത്തുമ്പോൾ മറ്റു ബിസിനസ്സുകളൂടെ നടത്തും, പിന്നെ സാറ്റലൈറ്റ് നടത്തും, മറ്റു ബിസിനസ്സുകളെല്ലാം പനോരമ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് പോയി എന്ന് കഴിഞ്ഞാൽ തന്നെ നിർമ്മാണത്തിൻ്റെ ഒരു ഭാഗം അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ നിർമ്മാതാവായിട്ടുള്ള വ്യക്തികൾക്കുണ്ട് എന്നുള്ളതും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. താനും പ്രധാനപ്പെട്ട ഒരു പുതിയൊരു വിപ്ലവത്തിന് ഇതും ഒരു മാറ്റമായിട്ട് തരുവാനായിട്ട് ദൃശ്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് കഴിയുന്നത് തന്നെ ഈ മലയാള സിനിമയുടെ ഒരു വിപ്ലവകരമായ ഒരു ചരിത്രത്തിന് ഭാഗമാകുവാൻ ദൃശ്യം എന്ന സിനിമയുടെ കണ്ടൻറ് ഉണ്ടാക്കിയ ജിത്തു ജോസഫിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ അതിശയകരമായിട്ടുള്ള കാര്യമാണ്. തിരക്കഥയും കൊണ്ട് പലരുടെയും മുമ്പിലായിട്ട് പോവുകയും അവർ തിരസ്കരിക്കുകയും ചെയ്തെടുത്തതെന്ന് വളരെ വലിയ ശക്തനായിട്ട് വളർന്നു വരാനായിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റു കഥകളെക്കാട്ടിലും കൂടുതലായിട്ട് ദൃശ്യം എന്ന് പറയുന്ന കഥ അദ്ദേഹത്തിന് സാധിപ്പിച്ചു കൊടുത്തു. അതുവഴി ചൈനക്കാർ വരെ അതിൻ്റെ വിതരണം അല്ലെങ്കിൽ അതിൻ്റെ കഥ എടുക്കുവാനായിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ സിനിമ